ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 100 രൂപയിൽ താഴെ വിലയുള്ള നല്ല ഷെയറുകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഞാനത് പലയിടത്തും സെർച്ച് ചെയ്യുകയുണ്ടായി. നമ്മുടെ മനസ്സിൽ കുറച്ച് ഷെയർസ് ഉണ്ട്. അശോക് ലൈലാൻഡ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, മേക്ക് മണി ഓർഗാനിക്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഷെയർസ് മനസ്സിലുണ്ട് 100 രൂപയ്ക്ക് താഴെയുള്ളത്. വേണമെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് വരെ എൻ്റെ ഒരു മനസ്സിലുള്ള ഷെയറാണ്. ഞാനത് സെർച്ച് ചെയ്തപ്പോഴേ ഒരു ആർട്ടിക്കിൾ കണ്ടു. ഗുഡ് റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് ഈ ആർട്ടിക്കിൾ കണ്ടത്. അവരുടെ തന്നെ ആർട്ടിക്കിളാണ്. അതിൽ അവർ 3 ഷെയറുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഷെയർ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ആണ്. രണ്ടാമത്തേത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. മൂന്നാമത്തേത് കർണാടക ബാങ്കാണ്. അവർ പറയുന്നത് ഈ ഷെയർസൊക്കെ നല്ല വില കുറഞ്ഞ് ഇപ്പോൾ അവൈലബിൾ ആണ്. 2-3 വർഷത്തെ പ്രോസ്പെക്റ്റിൽ വിൽക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടും എന്നാണ് അവർ ഈ വെബ്സൈറ്റിൽ പറയുന്നത്. ഓക്കെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മുടെ ലിസ്റ്റിലുള്ള ഷെയർ ആയതുകൊണ്ട് അത് വിട്ടു. പിന്നെ കർണാടക ബാങ്ക്, ഓക്കെ, അത് ഞാനിപ്പോൾ അനലൈസ് ചെയ്യുന്നില്ല, ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കിക്കളയാം. ഷോർട്ട് ടൈമിലേക്ക് ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. ഇപ്പം ഞാനൊരു റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസ് ലൈനാണ്. അതിൻ്റെ താഴെ ഒരു പച്ച ലൈൻ കാണാൻ പറ്റും. അത് സപ്പോർട്ട് ലൈനാണ്. സപ്പോർട്ട് ലൈൻ നമുക്ക് കാണാം 70 രൂപയ്ക്ക് താഴെയാണ് സപ്പോർട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 70 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് വിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് 92 സംതിങ് ആണ്, റെസിസ്റ്റൻസ് ലെവലിലാണ്. ഇത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ മുകളിൽ ഒരു നീല കളറുള്ള ബോക്സ് കാണാൻ പറ്റും. അത് ഏകദേശം 140 സ്റ്റാർട്ട് ചെയ്യുന്നത്. 140 മുതൽ 160 ആ റേഞ്ച് വരെയാണ്. അതൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ഇവിടെ വരെ പോകാം. നമ്മുടെ ഈ റീസെൻറ്റ് റെസിസ്റ്റൻസ്, അതായത് റെഡ് ലൈനിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നല്ല ഒരു റിട്ടേൺ കാഴ്ചവെക്കാം. കാരണം അതിൻ്റെ അടുത്ത് പിന്നെ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഈ 1 ഇയർ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മുകളിലേക്ക് നല്ലൊരു റിട്ടേൺ കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ റെസിസ്റ്റൻസ് ലൈന് 4-5 പ്രാവശ്യം ഇപ്പം ടച്ച് ചെയ്തിരിക്കുകയാണ്. ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് സ്റ്റോക്കിന് കുറച്ച് ഫണ്ടമെൻ്റൽസ് പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഫണ്ടമെൻ്റലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫണ്ടാറ്റ എന്ന് പറയുന്ന സൈറ്റിൽ കയറി. അവർ അതിന് ഓവറോൾ ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നത് 3.62 ഔട്ട് ഓഫ് 5 ആണ്. സ്റ്റാർസിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു വാല്യൂ ആണ് അവരുടേത്. അതുകൂടാതെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും 4148 കോടി. സ്മോൾ ക്യാപ്പാണ് സ്റ്റോക്ക്. പിന്നെ ഉള്ളത് അവരുടെ കുറച്ച് വേറെ വാല്യുവേഷൻസ് ഉണ്ട്. എഫിഷ്യൻസി, ഫിനാൻഷ്യൽ ട്രെൻഡ്, സോൾവൻസി, ഗ്രോത്ത്, ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അതായത് 2.5 ബിലോ ആണ് ഔട്ട് ഓഫ് 5 കേട്ടോ. 2.5 ബിലോ ആണെങ്കിൽ അവരത് റെഡ് കളറിലാണ് കൊടുക്കുക. അപ്പോൾ എഫിഷ്യൻസി ഇവിടെ റെഡ് കളറിലാണ്. ബാക്കി ഫിനാൻഷ്യൽ ട്രെൻഡ് എല്ലാം പോസിറ്റീവ്. ഗ്രോത്തൊക്കെ നല്ല പോസിറ്റീവിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഗ്രോത്തൊക്കെ കുറയാം. അതായത് ഇനിയും വീണ്ടും അത് ഒരു 70 രൂപ റേഞ്ചിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വാല്യൂസ് കുറഞ്ഞു വരും. ഇവിടെ നമുക്ക് കമ്പനിയുടെ മൊത്തം ചാർട്ട് 2014 മുതലുള്ള ചാർട്ട് അവൈലബിൾ ആണ്. ഈ ചാർട്ട് വെച്ച് നോക്കുമ്പം കമ്പനി ഇപ്പം കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ്, ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണ്. 250 രൂപയ്ക്ക് മുകളിൽ പോയ കമ്പനിയാണ്. ഇപ്പോൾ അത് 100 രൂപയ്ക്ക് താഴെ 92 രൂപയ്ക്ക് അവൈലബിൾ ആണ്. എന്നാലും ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 70 രൂപ ആ റേഞ്ചാണ്. ഓക്കെ, നമുക്ക് കമ്പനിയുടെ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം. പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ 1.73 ഉണ്ട്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.59. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഡിവിഡൻഡ് ഈൽഡ് 0 ആണ് എന്നുള്ളതാണ്. പണ്ട് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ROEയും നല്ല വാല്യുവേഷനിൽ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 38.86%. അത് കുറവാണ്. ശരിക്കും ഇതിലും കൂടുതൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. 47 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അവർ ഹോൾഡിംഗ് വിറ്റു. അത് 36 സംതിങ് ആയിട്ട് കുറച്ചായിരുന്നു. അത് കഴിഞ്ഞ് അവർ വീണ്ടും 2 ക്വാർട്ടർ റിസൾട്ടിൽ നമുക്ക് 38.86 കാണാൻ പറ്റുക. അതായത് അവർ കുറച്ച് ഷെയർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ് ആണ്. അത് 25.95 ആണ്. അത് ഒരു നല്ലൊരു ഫാക്ടറാണ്. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. 52 വീക്ക് ഹൈയും 52 വീക്ക് ലോയും നമുക്ക് കാണാൻ പറ്റും. 224 രൂപ ഹൈ ആണ്, 63 രൂപ ലോയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ലോയിനോടടുത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് സപ്പോർട്ട് കിട്ടിയല്ലോ ഏകദേശം. അത് ഓക്കെ 70 അല്ലെങ്കിൽ 63 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 70 റേഞ്ചാണ് നമ്മുടെ സപ്പോർട്ട് ലെവൽ.
ആ ഒരു റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യതയേ ഉള്ളൂ. ഈ കമ്പനിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എബൌട്ട് കമ്പനി എന്താണെന്ന് ഞാൻ നോക്കിയപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് നമ്മുടെ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കി. ഓക്കെ, ഞാനിന്ന് വായിക്കാം. ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ വിത്ത് എ വെൽ diversified presence in both commercial and residential real estate development and has projects across the price spectrum from mid-income പ്രീമിയം ടു ദ സൂപ്പർ ലക്ഷറി സ്പേസ്. എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും കൊടുക്കാനുള്ള സ്പേസ് ഇവരുടെ കയ്യിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആണ്, ഇവർ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. അങ്ങനെ ഉപ്പ സ്ഥലത്തൊന്നും അല്ല സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. ഇവർ വാങ്ങിക്കൂട്ടുന്നത് വളരെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസായ മുംബൈയിൽ, ചെന്നൈയിൽ, പിന്നെ ഡൽഹിയിൽ, ഇതുപോലുള്ള വലിയ വലിയ സിറ്റീസുകളിൽ റെസിഡൻഷ്യലും അതല്ലാതെ കൊമേഴ്ഷ്യൽ യൂസിനും ആവശ്യമുള്ള സ്ഥലങ്ങളാണ് ഇവർ വാങ്ങിക്കൂട്ടുന്നത്. അങ്ങനെ ഇപ്പം അവരുടെ കയ്യിൽ ഉള്ള സ്ഥലം 33.91 മില്യൺ സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇപ്പം ഇവരുടെ കയ്യിൽ ഉണ്ട്. 15ഓളം ഓൺഗോയിങ് പ്രോജക്ട്സുകൾ പോകുന്നുണ്ട്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്, ഇത് പഴയ കണക്കാണ്, പഴയ കണക്കിൽ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 32,189 കോടിയുടെ ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുണ്ട്. 3.15 മില്യൺ സ്ക്വയർ ഫീറ്റ് സ്ഥലം ലീസിന് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 1046 ഏക്കറിൻ്റെ ലാൻഡ് ബാങ്കും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി മേജറായിട്ടുള്ള എല്ലാ സിറ്റികളിലും സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നു. പിന്നെയുള്ളത് ഈ പ്രൊമോട്ടറുടെ ഹോൾഡിംഗ് ആണ്. ഈയിടയ്ക്ക് അവർ കുറച്ച് ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷെയർ വിറ്റത് ചിലപ്പോൾ ലാൻഡ് വാങ്ങാനായിരിക്കാം. അത് കമ്പനിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണല്ലോ വിറ്റത്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കമ്പനിയുടെ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സെയിൽ ഇപ്രാവശ്യം വളരെ കുറവ് സെയിലാണ് ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ നടന്നേക്കുന്നത്. 4.72 ക്രോറിൻ്റെ സെയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിന് മുമ്പ് 102.1 കോടിയുടെ സെയിൽ നടന്നിട്ടുണ്ട്. അപ്പം സെയിൽ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു മാസം നടന്നേക്കുന്ന സെയിൽ, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ നടന്നേക്കുന്ന സെയിൽ കുറവാണ്. ഇതാണ് ഇപ്പം റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. നമുക്ക് പറയാം, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഭയങ്കര ഡള്ളാണ്. അതുകൊണ്ടാണ് ഈ ഷെയർ പ്രൈസ് കുറഞ്ഞു വന്നേക്കുന്നത്. അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം എക്സ്പെൻസ് കുറവാണ്. 8.63 ക്രോറാണ് എക്സ്പെൻസ്. ഇതിന് മുമ്പത്തെ എക്സ്പെൻസ് 30.91 കോടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എക്സ്പെൻസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇനി നോക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇവർക്ക് കടമുണ്ട്. ക്യാഷ് എടുത്തിട്ടാണ് ഇവർ ലാൻഡുകൾ വാങ്ങുന്നത്. അപ്പോൾ കടമുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ പേ ചെയ്യുന്നുണ്ട്. 82.89 കോടി ഇൻട്രസ്റ്റ് അവർ പേ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സെയിൽ നടന്ന് നോക്കുക, ഇൻട്രസ്റ്റ് പേ ചെയ്തത് നോക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ അവർ പേ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു എക്സ്പെൻസ് തന്നെയാണ് ഈ ഇൻട്രസ്റ്റ്. പിന്നെ നമുക്ക് അവർക്ക് കടം എത്രയുണ്ടെന്നും കൂടി നോക്കാം. ഡിവിഡൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓൾറെഡി ഡിവിഡൻറ്റ് പണ്ട് കൊടുത്തിരുന്നു. അതായത് 2014 വരെ ഡിവിഡൻറ്റ് കൊടുത്തിരുന്നു. പിന്നെ അവർ ഡിവിഡൻറ്റ് കൊടുക്കാനുള്ള കാശൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ കച്ചവടം നടന്നില്ല, പെട്ടു. ഓക്കെ, ഇൻട്രസ്റ്റ് ഇത് ഇയർലി ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ലോണാണ്. ലോൺ ഇവർക്ക് ഇത്രയുമാണ് ഇവരുടെ ലോണുകൾ. ഷെയർ ഹോൾഡിംഗ് ഫണ്ട് ഇത്ര ഉണ്ട്. സെക്യൂർഡ് ലോണ് 2232 കോടി ആണ് ലോണുള്ളത്. അൺസെക്യൂർഡ് ലോണ് 979 കോടി അൺസെക്യൂർഡ് ലോണും ഉണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ അവസ്ഥ. ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇത്രയും കടമുണ്ട് കമ്പനിക്ക്. കടം എന്ന് പറയുന്നത് ഈ ക്യാഷൊക്കെ കൊടുത്തിട്ട് ലാൻഡ് മേടിച്ചിട്ടേക്കാണ്. ഇനി കച്ചവടം നടക്കണം. കച്ചവടം നടന്നില്ലെങ്കിൽ പെട്ടു. കച്ചവടം നടക്കും എന്ന് തന്നെയാണ്. കാരണം അത്ര ലാൻഡ് അവരുടെ കയ്യിലുണ്ട്. ഒരു ലാൻഡ് ബാങ്ക് തന്നെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ലാൻഡിൻ്റെ കച്ചവടം നടക്കുമെന്ന് തന്നെയാണ് ഫ്യൂച്ചറിൽ നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെയാണ് ആർട്ടിക്കിളിൽ ഈ കമ്പനീനെ എടുത്ത് പറയുന്നത്. കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് നമ്മൾ ഈ പറയുന്ന ആ സപ്പോർട്ട് റെസിസ്റ്റൊന്നും അല്ല, അതങ്ങ് പോകും. വളരെ മുകളിലേക്ക് ഷെയർ പ്രൈസ് പോകാനുള്ള സാധ്യത ഉണ്ട്. ആർട്ടിക്കിളിൽ പറയുന്ന ഒരു ബാങ്കാണ് കർണാടക ബാങ്ക്. കർണാടക ബാങ്കിൻ്റെ ഗ്രാഫ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിന് പോകുന്നില്ല, ഈ വീഡിയോയിൽ പോകുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാതെ, കാരണം ഈ വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ രണ്ടിൻ്റെയും ഗ്രാഫ് എടുത്തൊന്ന് നോക്കിയതാണ്. കർണാടക ബാങ്ക് കുഴപ്പമില്ല. അത് നമുക്ക് 52 വീക്ക് ഹൈ റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്ത ഒരു ബാങ്കാണത്. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്.
എനിവേ ഓൾമോസ്റ്റ് ട്രെൻഡ് ബുള്ളിഷാണ്. അടുത്തത് ആർട്ടിക്കിളിൽ പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മുടെ സ്വന്തം ബാങ്കാണ്, കേരളക്കാരുടെ ബാങ്കാണ്. സപ്പോർട്ടൊക്കെ 13 രൂപയിൽ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് മെല്ലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 17 രൂപ 5 പൈസയായി. മെല്ലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീഡിയോ തന്നെ 14 രൂപയൊക്കെ ആയപ്പോഴത്തേന് വീഡിയോ ചെയ്തായിരുന്നു ഈ ഒരു ബാങ്കിനെ പറ്റിയിട്ട്. 14 ഇനിയും ഒരു മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് റെസിസ്റ്റൻ്റ് ലെവലിലാണ്. 17 റെസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് 26, 27, 28 ആ റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ബാങ്കാണ്. പക്ഷേ റിസൾട്ട് നല്ലതാവണം. അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് നല്ലതാവണം. ഇവരുടെ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോശമായിരുന്നു. അതുകൊണ്ടാണ് ബാങ്ക് ഇതുപോലെ ഇടിഞ്ഞു വന്നത്. ലോങ് ടൈമിലേക്ക് ആർട്ടിക്കിളിൽ പറയുന്ന 2-3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം, ഇത് മാർച്ച് 7-ാം തീയതിയുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതിപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങി, ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 1 മാസം ആകുന്നുണ്ട്. അത് ലേറ്റായിപ്പോയി അത് കണ്ടപ്പം. അപ്പം അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ എനിക്ക് കിട്ടിയ ആ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.